Hi all. So last സെഷൻസിൽ എന്തായിരുന്നു നമ്മളൊരു ഡിവൈഡ് ചെയ്യുന്ന അതായത് ഒരു സെഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്ന ഏരിയ എല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള ഏരിയ ആയിരുന്നു അല്ലേ? കംപ്ലീറ്റ് നമുക്ക് ആവശ്യമുള്ള ഏരിയനെ നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. ഇനി സപ്പോസ് നമ്മുടെ ഫിഗേഴ്സിൽ ഇങ്ങനെയുള്ള ഫിഗേഴ്സ് ആണെങ്കിൽ, അതായത് ചെറിയ ചെറിയ കട്ട് ഹോൾസ് ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ട്രപ്പീസിയത്തിൽ നിന്ന് ചെറിയൊരു സെമി സർക്കുലർ ഏരിയ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ്റെ ഈ കളേർഡ് പോർഷൻ്റെ സെൻറ്ററോട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാം. ഇതിനകത്താണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഇങ്ങനെ ഒരു ഫിഗറാണ്. ഈ ഒരു റെക്റ്റാങ്കിളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ കംപ്ലീറ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഡിഡക്റ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ്റെ, അതായത് ഈ റെക്റ്റാങ്കിളിൽ നിന്ന് ട്രയാങ്കിൾ റിമൂവ് ചെയ്ത പോർഷൻ്റെ എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഓക്കെ, സെയിം കോൺസെപ്റ്റാണ്. മൈനസിൽ ചെയ്യുന്ന ഈ ട്രയാങ്കിൾ പോർഷൻ നമുക്ക് മൈനസ് ചെയ്താണ് കളയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ പോർഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പോസിറ്റ് ഏരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഈ കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ ആയിട്ട് സെലക്ട് ചെയ്യും. ലാസ്റ്റ് സെക്ഷൻ എന്താണ്? നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട പോർഷനാണ്. കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ നമുക്ക് വേണ്ടല്ലോ. ഈ ട്രയാങ്കിൾ പോർഷൻ ലാസ്റ്റ് സെക്ഷനായിട്ട് സെലക്ട് ചെയ്യാം. ബാക്കി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. ആകെ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കുലർ പോർഷൻ ആവശ്യമില്ലല്ലോ. ഓക്കെ, സഫിക്സ് 2 വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമില്ലാത്തതാണ്. സോ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ a2 x2 ഉണ്ടല്ലോ, അതിന് തൊട്ടുമുമ്പായിട്ടൊരു നെഗറ്റീവ് കൊടുക്കാം. പിന്നെ a1 a2 എന്ന് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ അല്ല, അതിന് തൊട്ട് മുമ്പും ഒരു നെഗറ്റീവ് കൊടുക്കാം. ഓക്കെ, അത് മാത്രമേ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സെക്ഷൻ്റെ കാര്യങ്ങൾ വരും, തൊട്ട് മുമ്പ് ഒരു നെഗറ്റീവ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പോകേണ്ട സെക്ഷൻസ് ഉണ്ടല്ലോ. ഈ കേസിലാണ് ഈ ട്രയാങ്കിളാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. ആ സെക്ഷൻ ഏറ്റവും ലാസ്റ്റ് സെക്ഷനായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണും, ഈ പോർഷനും കൂടി കാണുമായിരിക്കും. അപ്പോൾ ഇത്രയുള്ള പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ? ഫസ്റ്റ് സെക്ഷൻ ഈ റെക്റ്റാങ്കിൾ എടുക്കുക, സെക്കൻഡ് സെക്ഷൻ ഈ ട്രയാങ്കിൾ എടുക്കുക, തേർഡ് സെക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്ത മറ്റേ ട്രയാങ്കിൾ എടുക്കുക. ഇപ്പോൾ ഇക്വേഷൻ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും: a1 x1 പ്ലസ് a2 x2 നമുക്ക് ആവശ്യമുള്ളതാണല്ലോ, മൈനസ് a3 x3 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 മൈനസ് a3. നമുക്ക് ആവശ്യമില്ലാത്ത എന്താണോ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കണം എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനായിട്ടില്ല. സോ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് നോക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ വർക്കൗട്ട് ചെയ്യും, നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യണം. ഈ സെമി സർക്കുലർ ഏരിയ ഇസ് റിമൂവ്ഡ് ഫ്രം എ ട്രപ്പീസിയം ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതൊരു ട്രപ്പീസിയാണ്. ഓക്കെ, ട്രപ്പീസിയം, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് റിമൂവ് ചെയ്ത്? സെമി സർക്കുലർ ഏരിയ റിമൂവ് ചെയ്യും. സോ ജസ്റ്റ് റൈറ്റ് വൺ മോർ പോയിന്റ്, ദാറ്റ് ഇസ് ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഗീവൺ ഏരിയ. ഓക്കെ, അതും കൂടെ എഴുതിയിട്ട് വേണം നിങ്ങൾ ബാക്കി ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. സോ ഇങ്ങനത്തെ ഫിഗേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ, കാരണം ഇങ്ങനത്തെ ഷേപ്പിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ആലോചിക്കണം. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ, ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ താഴെ റെക്റ്റാങ്കിൾ ഡിവൈഡ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ പോർഷനിൽ സെമി സർക്കിൾ നമുക്ക് വേണ്ട അല്ലേ? അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ എടുക്കുക, ഈ കംപ്ലീറ്റ് ട്രയാങ്കിൾ എടുക്കുക. കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് ഡിഡക്റ്റ് ചെയ്യാനുള്ള പോർഷനായിട്ട്, ലാസ്റ്റ് പോർഷനായിട്ട് നമ്മൾ ഈ സെമി സർക്കിളും സെലക്ട് ചെയ്യണം. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ സെക്ഷൻ സാധാരണ പ്രോബ്ലം പോലെ തന്നെ ചെയ്യുക. ഇക്വേഷൻ വരുമ്പോൾ എന്താണ്? ഈ ഇപ്പോൾ ലാസ്റ്റ് പോർഷനാണ് സെമി സർക്കുലർ പോർഷൻ എടുത്തേക്കുന്നത്, അത് തൊട്ട് മുമ്പ് മൈനസ് വരും എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെയാണ്. x1 y1 അതുപോലെ തന്നെ x2 y2 x3 y3 കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, സ്റ്റാർട്ടിങ് ചെയ്യേണ്ട കാര്യം നമ്മൾ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? സിമെട്രി ഉണ്ടോ? ഇതൊരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ടും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഏതാണ്? ഇതാണ് ബോട്ടം മോസ്റ്റ് പോയിന്റ് ഒരു ലൈൻ. സോ അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ സെറ്റ് ചെയ്യാം. ഈ ലൈനാണ് എക്സ് ആക്സിസ്. ദെൻ വൈ ആക്സിസ് സിമെട്രിക്കൽ അല്ല, അപ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക.
then mark just ഒരു vertical line മാർക്ക് ചെയ്യുക. then this is a y axis. so we have x and y axis. ഇനി ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. ഫസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ആണ്, സെക്കൻഡ് ഈ ട്രയാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിൾ പോർഷനിൽ സെമി സർക്കിൾ വേണ്ടാത്തതുകൊണ്ട് ഇത് ലാസ്റ്റ് സെക്ഷൻ ആയിട്ട് തന്നെ എടുത്തോളണം. അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും, നമ്മൾ മൈനസ് ഇടാനൊക്കെ മറന്നു. അതുകൊണ്ട് ഡിഡക്ട് ചെയ്യുന്ന പോർഷൻ എപ്പോഴും ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്. ഇനി ചെയ്യേണ്ട കാര്യം ബാക്കിയെല്ലാം സെയിം ആണ്. എന്ത് ചെയ്യണം? ഫസ്റ്റ് സെക്ഷന് സെൻറ്ററോട് മാർക്ക് ചെയ്യണം. എവിടെയായിരിക്കും സെൻറ്ററോട്? കറക്റ്റ് തന്നെ സെൻറ്ററിലായിട്ടായിരിക്കും. അപ്പോൾ ഇത് 30/2 ഹൈറ്റിലും ഇത്ര ഇവിടെ തൊട്ട് ഇവിടെ വരെ കംപ്ലീറ്റ് 80 അല്ലേ, സോ 80/2 ദാറ്റ്സ് 40 ഈ പോയിന്റിലായിട്ടായിരിക്കും സെൻറ്ററോട് വരുന്നത്. ഇനി ഈ സെൻറ്ററോഡിൻ്റെ എക്സ് കോർഡിനേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? x1 എന്നും കൂടി മാർക്ക് ചെയ്തിട്ടേക്കാം. പിന്നെയുള്ളത് സെക്കൻഡ് സെക്ഷൻ സെൻറ്ററോഡാണ് G2. ആ സെൻറ്ററോഡിൻ്റെ എക്സ് കോർഡിനേറ്റ് മാർക്ക് ചെയ്യുക. എന്തായിരിക്കും? x2 മാർക്ക് ചെയ്യുന്നുണ്ട്, അത് x2 ആണെന്നുള്ള കാര്യം നിങ്ങൾ മാർക്ക് ചെയ്യുക. പിന്നെ ലാസ്റ്റ് സെക്ഷനാണ് സെമി സർക്കിളാണ്. സെമി സർക്കിൾ നിങ്ങൾക്ക് അറിയാം, ഇതൊരു കേക്കാണ് ഈക്വലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. സോ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും സെമി അതിൻ്റെ ജസ്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4r/3π ആണ്. ബേസിൽ നിന്ന് ഈ സെൻറ്ററോട് വരെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4r/3π ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ x3 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പൊക്കെ സെയിം ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമുക്ക് അടുത്ത y1 y2 y3 മാർക്ക് ചെയ്യണം. y1 എന്ന് പറയുവാണെങ്കിൽ y ആക്സിസ് ചെയ്യുന്ന റെഫറൻസ് y ആക്സിസ് ചെയ്യുന്ന ഈ G1 വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് y1 അല്ലെങ്കിൽ G1ൻ്റെ y കോർഡിനേറ്റ്. ദെൻ G2ൻ്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? y2. G3യുടെ y കോർഡിനേറ്റ് എന്തായിരിക്കും? y3. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് x ബാർ ഇസ് ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2. സെമി സർക്കിൾ നമുക്ക് വേണ്ടാത്തല്ലേ, സോ മൈനസ് a3 x3 ഇവിടെ വരെ നിങ്ങൾ എഴുതും. പക്ഷെ താഴെ a1 പ്ലസ് a2 മൈനസ് a3 എന്നിടാൻ എപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോളണം. നമ്മൾ പഠിച്ചുകൊണ്ട് കുറേ നാൾക്ക് ശേഷമായിരിക്കും നമ്മളിത് കാണുന്നത്. അപ്പോൾ നമുക്കത് ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എവിടെയെങ്കിലും മാർക്ക് ചെയ്യുക. അപ്പോൾ y ബാറിൻ്റെ കേസിനാണെങ്കിൽ എന്ത് ചെയ്യുക? സെയിം ഇക്വേഷൻ ആണ്, ഇവിടെ ജസ്റ്റ് ഒരു മൈനസ് ഇടുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ ടേംസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യമേ തന്നെ ഈ 3 സെക്ഷൻസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതണം. ഇത് സിമെട്രിക്കൽ അല്ലാത്തതുകൊണ്ട് എന്താണ് അതിന് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാനുള്ളതാണ് എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്ത് എഴുതിയായിരുന്നു. ഓരോ സെൻറ്ററോടൊക്കെ മാർക്ക് ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് തന്നെ a1 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ a1ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? a1 എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്. സോ റെക്റ്റാങ്കിളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b ഇൻറ്റു h ആണ് അല്ലേ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ കേസിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ആണ്. ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ 80 ഇൻറ്റു 30 ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ദെൻ a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇക്വേഷൻ ഇസ് ഹാഫ് BH എന്നാണ്. ഹാഫ് BH അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ 80 ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 30 ആണ്. സോ ഹാഫ് ഇൻറ്റു 80 ഇൻറ്റു 30 ആണ്. അറിയാതെ കൊണ്ട് 60 എന്ന് ഇടരുത്. ദ ലാസ്റ്റ് വൺ ഇസ് a3. സെമി സർക്കുലർ പോർഷൻ ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr²/2 ആണ്. πr²/2 എന്ന് പറയുമ്പോൾ ഹിയർ ദ വാല്യൂ ഓഫ് r ഇസ് എത്രയാണ്? 40 ആണോ 20 ആണോ? 20 ആണ്. സോ π ഇൻറ്റു 20²/2 എന്ന് വരും. അങ്ങനെ 3 ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് x1 ആണ്. x1 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. എത്രയായിരിക്കും ഈ ഡിസ്റ്റൻസ്? ഇവിടെ തൊട്ട് ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 40 ആണ് അല്ലേ. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 40 ആണ്. പിന്നെ ഉള്ളത് x2 ആണ്. x2 ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള റൈറ്റ് ആംഗിൾ പോർഷൻസ് വരുമ്പോൾ ഇത് b ആണ്, ഇത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. നിങ്ങൾ ശരിക്കും നോക്കുക, നമ്മുടെ ബേസ് ഈ പോർഷനിലാണ് കൂടുതൽ ഏരിയ ഉള്ളത്. സോ ഇത് കംപ്ലീറ്റ് b ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് b/3 ആണ്. ഓക്കെ, നമ്മൾ മറ്റേ സൈഡിൽ നിന്നല്ല മെഷർ ചെയ്യേണ്ടത്. ഇവിടെ തൊട്ട് ഈ ബേസ് ഇങ്ങനെ വെർട്ടിക്കൽ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഈ സെൻറ്ററോട് വരെ ഡിസ്റ്റൻസ് b/3 ആണ്. അത് ഈ ഡിസ്റ്റൻസ് ആണ് b/3. b എന്ന് പറഞ്ഞാൽ 80 ആണ്. സോ 80/3 എന്ന് വരും. സോ ഈ x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് 80 ആണ്. സോ 80 മൈനസ് എന്ത് വരും? 80/3. അല്ലെങ്കിൽ 80 മൈനസ് 80/3 എന്ന് പറഞ്ഞാൽ 280/3 ആണ്. അതായത് h മൈനസ് h/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2h/3 അല്ലേ. അതുപോലെ തന്നെ
സോ ഈ ഒരു കേസിൽ ഇത് h/3 ആണ്, ഇത് കംപ്ലീറ്റ് ഇത് b/3 ആണ്, ഇത് കംപ്ലീറ്റ് b ആണ്. സോ b മൈനസ് b/3 ദാറ്റ് ഇസ് 2b/3. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, 80 മൈനസ് 80/3 എന്ന് ചെയ്യാം. അതാണ് x2ൻ്റെ വാല്യൂ, 80 മൈനസ് 80/3. അതെന്താണെന്ന് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിൻ്റെ കേസിൽ നമുക്ക് ഏകദേശം സെൻറ്ററിലായിട്ട് നമുക്കറിയാം എക്സ് കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, എത്രയായിരിക്കും, 40 പ്ലസ് ഇതിൻ്റെ ഹാഫിലല്ല വന്നിരിക്കുന്നത്, അപ്പോൾ എന്തായിരിക്കും 40 പ്ലസ് 20. സോ ജസ്റ്റ് റൈറ്റ് ദ വാല്യൂസ് ഓഫ് x1, x2 ആൻഡ് x3. സോ അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് y1, y2, y3 ആണ്. y1 എന്തായിരിക്കും, ഇത് കംപ്ലീറ്റ് 30 അല്ല, അതിൻ്റെ സെൻറ്ററിലായിട്ടല്ലേ, സോ 30/2 ആയിരിക്കും y1. സോ y1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് കറക്റ്റ് എൻ്റെ സെൻറ്ററിലായിട്ടാണ്. ഇത് y ആക്സിസിൽ നിന്ന് വേണം, x ആക്സിസിൽ നിന്നുള്ള ഹൈറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ y1 ഇസ് ഈക്വൽ ടു 30/2. ഇനി y2 എന്തായിരിക്കും, ആ സെയിം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇതിനകത്ത് ഈ സെൻറ്ററോട് മാർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഡിസ്റ്റൻസ് b/3 ആണ്, ഇത് b ആണെങ്കിൽ ഇത് b/3 ആണെന്ന് പറഞ്ഞു. ഇനി ഹൈറ്റ് h ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് h/3 ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് എച്ചിൻ്റെ വാല്യൂ എത്ര, 60 ആണോ 30 ആണോ, 30 ആണല്ലേ. സോ ഈ ഡിസ്റ്റൻസ് 30/3 ആണ്, 30/3 ആണ്. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 30 അല്ലേ, ഫിഗറിൽ തന്നെ അറിയാം ഈ ഡിസ്റ്റൻസ് 30 ആണ്. സോ y2 എന്ന് പറഞ്ഞാൽ y2 ഇസ് ഈക്വൽ ടു 30 പ്ലസ് ഈ ഹൈറ്റ് 30 ആണ്, എൻ്റെ 1/3 ഉള്ളൂ ഈ ഹൈറ്റ്. സോ 30 പ്ലസ് 30/3 എന്ന് വരും. പിന്നെ ഉള്ളത് y3 ആണ്. y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഡിസ്റ്റൻസസ് നമുക്ക് അത് ഇക്വേഷൻ പഠിക്കാനുള്ളതാണ്, 4r/3π എന്നാണ്. സോ ഹിയർ ദ വാല്യൂ ഓഫ് r ഇസ് 20. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y3 കിട്ടും. സോ ഓരോ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സെമി സർക്കിൾ എന്നിട്ട് ഓരോന്നിൻ്റെയും a1, x1, y1, a2, x2, y2 എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഇടുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ കേസിൽ പ്രത്യേകിച്ച് യൂണിറ്റ് ഇതിനകത്ത് തന്നിട്ടില്ല, പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്കത് യൂണിറ്റ് ഇടേണ്ടി വരും. കണ്ടപ്പോൾ ഡയമെൻഷൻസ് അറിയാൻ എന്ന് ഇട്ടിട്ടുണ്ട്, ഈവനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല, എന്ന് ഇട്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ യൂണിറ്റ് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. a1, x1, x2, y1, y2, y3 എല്ലാം കണ്ടുപിടിച്ചിട്ട് ഇക്വേഷനിലൂടെ നെഗറ്റീവ് ഇടുന്ന മാത്രമേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരം പോർഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ.